ഇന്ന് 18 വയസ്സ് തികയുമ്പോഴേക്കും ലൈസൻസ് എടുക്കാൻ നോക്കി നിൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. എങ്ങനെ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക, വണ്ടിയിൽ സ്വതന്ത്രമായി കറങ്ങുക എന്നതാണ് സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞിറങ്ങുന്ന ഭൂരിഭാഗം പേരുടെയും ലക്ഷ്യം. കാര്യം നല്ലത് തന്നെ, വണ്ടി ഓടിക്കാൻ അറിയുന്നതും ലൈസൻസ് ആവശ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ ചൂടപ്പം പോലെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന പരിപാടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുക്കത്തിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും. അങ്ങനെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. ഒരു ദിവസം തന്നെ 500 ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കാനല്ല താല്പര്യമെന്നും വാഹന നിയമങ്ങൾ കൃത്യമായി പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന തലമുറയാണ് വേണ്ടതെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ മോശമായി പെരുമാറുന്നുവെന്ന പരാതി പരിഹരിക്കാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയില്ല. അതുകൊണ്ട് ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുകയാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പറുകൾ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന് അപകടം സംഭവിച്ചു, 2 പേർ മരിച്ചു എന്നൊക്കെ. RTO ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന്. ഒരു കാര്യമില്ല, കാരണം അവൻ വേണമെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ എടുക്കും. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് കർശനമായ പരിശോധന ഉണ്ടായിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടിയിൽ എച്ചിട്ടിട്ടൊന്നും കാര്യമില്ല, പാർക്ക് ചെയ്ത് കാണിക്കണം. റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം. ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഇട്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വണ്ടികൾ നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറക്കും. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിലുള്ള ഹറാസ്മെന്റും മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാകില്ല. അങ്ങനെ കൊടുക്കുന്നില്ല. കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും. വളരെ കുറച്ച് ലൈസൻസേ അനുവദിക്കൂ. തെറ്റുകണ്ട ലൈസൻസ് നൽകില്ല. അതൊന്നും ജനകീയ പ്രശ്നമല്ല, മനുഷ്യജീവ പ്രശ്നമാണ്. ലൈസൻസ് ഉള്ള പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല, റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയില്ല എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. തൽഫലമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ സ്ഥാനത്തേക്കാണ് KB ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റത്. 2001 ആന്റണി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായി തുടക്കം കുറിച്ച ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി KSRTC വിപ്ലവകരമായ മാറ്റങ്ങളായിരുന്നു കൊണ്ടുവന്നത്. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായിരുന്നുവെങ്കിലും സംശുദ്ധവും കാര്യക്ഷമവുമായ ഭരണം കൊണ്ട് KSRTCയെ പുതുവെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടർവൽക്കരിച്ചത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ്. വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത റൂട്ടുകളിൽ അവതരിപ്പിച്ച മിനി ബസ് ആയിരുന്നു മറ്റൊരു പരിഷ്കാരം. അന്ന് കാലത്ത് മിനി ബസ്സുകളെ ആളുകൾ വിളിച്ചിരുന്നത് കുട്ടി ഗണേശൻ എന്നായിരുന്നു. സമാന്തര സർവീസുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചും അതിനെ മുന്നോട്ട് കൊണ്ടുപോയും അതേസമയം ഡ്യൂട്ടി ഷിഫ്റ്റും ശമ്പള പ്രതിസന്ധിയും അന്ന് കാലത്ത് കേട്ടതുമില്ല. ബൈക്ക് മുതൽ ബസ് വരെ ഓടിക്കാൻ അറിയുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് പാഠവും ജനങ്ങൾക്ക് കൗതുകകരമായിരുന്നു. KSRTCയുടെ പുതിയ സർവീസുകൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഗണേഷ് കുമാർ ഇരിക്കുന്ന ചിത്രങ്ങൾ ഒരു കാലത്ത് കൗതുകമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് നവകേരള സദസ്സിന്റെ ട്രയൽ റണ്ണിൽ ബസിന്റെ വളയം പിടിച്ച് പലർക്കും അവിശ്വസനീയമായി ഗതാഗത മന്ത്രി മാറുകയും ചെയ്തു. ഗതാഗത മന്ത്രി ചുമതലയേറ്റപ്പോൾ KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി കുറച്ച് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം കാണിക്കുകയും ചെയ്തു. നഷ്ടത്തിലോടുന്ന KSRTC ബസ്സുകൾ നിർത്തലാക്കുമെന്നും യാത്രാ സംവിധാനം കുറവുള്ള സ്ഥലത്ത് സർവീസ് നടത്തുമെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോൾ ആനവണ്ടി പ്രേമികൾക്ക് വളരെയധികം പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.